നമ്മൾ പുതിയതായിട്ട് വെക്കാനായിട്ട് വാങ്ങിയ ഒരു കിറ്റാണ്. ഇത് സാധാ ടി വിയിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു ഇതിൻ്റെ കൂടെ ഒരു കിറ്റും കൂടെ നമുക്ക് അവൈലബിളായിട്ടുണ്ട്. കിറ്റിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വന്നിട്ട് ഹൊറിസോണ്ടൽ സെക്ഷനും വെർട്ടിക്കൽ സെക്ഷൻ. ഈ കോയിലിനകത്ത് രണ്ട് രീതിയിൽ പിക്ചറിനെ കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ പിക്ചർ ട്യൂബ് വഴി ഒരു വീഡിയോ സിഗ്നൽ പോകുമ്പോൾ അത് നേരെ ഒരു റൗണ്ട് മാത്രമായിരിക്കും ആ പിക്ചർ ഫോക്കസ് ചെയ്യുന്നത്. അത് ആ പിക്ചറിന് നമ്മൾ പിടിച്ച് വെർട്ടിക്കലായിട്ട് മുകളിൽ നിന്ന് താഴേക്കും ഹൊറിസോണ്ടലിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഫുള്ള് സ്ക്രീൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോയിൽ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഹൊറിസോണ്ടൽ സെക്ഷനാണ്. ഹൊറിസോണ്ടൽ സെക്ഷനിൽ ഈ റെഡ് വയർ രണ്ട് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ വെച്ചിട്ട് സോൾഡർ ചെയ്തിരിക്കും. അടുത്തതായിട്ട് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഗ്രീൻ കേബിളാണുള്ളത്. ആ ഗ്രീൻ കേബിൾ എന്ന് പറയുമ്പോൾ ഇതാണ് അതിനകത്ത് വരുന്ന രണ്ടാമത്തെ കേബിൾ. ഇത് നമുക്ക് വെർട്ടിക്കൽ നമുക്കിപ്പം ഓൾറെഡി അറിയാം. പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മളൊരു ഇതായിട്ട് കാണിച്ചു തരാം. ഇപ്പം മൾട്ടിമീറ്റർ നമ്മൾ ബസർ മോഡിലേക്ക് ആക്കി വേണ്ടേ. ഇത് തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ വെർട്ടിക്കലാണ്. ഇതെന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലാണ്. അപ്പം ഓക്കെ, ഇത് കൂടെ ഒന്ന് സോൾവ് ചെയ്തിട്ട് നമ്മൾ ആ കിറ്റ് എടുത്ത് ഓണാക്കി കാണിച്ചു തരാം. ഇപ്പം ഹൊറിസോണ്ടൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ മീൻസ് ആ പഴയ കേബിൾ എടുത്ത് നോക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് അറിയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പടം തിരിഞ്ഞ് കാണും. അത്രയേ ഉള്ളൂ. വൈറ്റ് മൂന്നാമത് ചിലപ്പോൾ ഒന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ആ കണക്ടറിൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്കത് ഉരുട്ട് ഒന്നുകൂടെ മാറ്റി കിട്ടാൻ പറ്റും. സാധാരണ നമ്മൾ സ്വാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം. അല്ലാതെ കണക്ട് ചെയ്ത് വെച്ചിട്ട് വയറ് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് തന്നെ നമ്മൾ വെരി സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു 5 മിനിറ്റത്തെ കേസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിപ്പോൾ ഈ പിക്ചർ ടൂവിൽ കണ്ടു ചെറിയ ആർക്കിങ്ങിൻ്റെ രീതി. ആർക്കിങ് ഇല്ല, ഓൾറെഡി ഞാൻ വേറെ മറ്റേ കിറ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ആർക്കിങ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ പേരെന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ആർക്കിങ് ഉടനെ ഒന്നും വരത്തില്ല. ഇത് ഓവർ നമ്മൾ ഇതാക്കി ചെയ്യുകയും ചെയ്യരുത്. കാര്യം ഓവറായിട്ട് ഒരു തുള്ളി എയർ പോലും വെളിയിൽ പോകാത്ത രീതിയിൽ അടച്ചു വെച്ച് കഴിയുമ്പോൾ അഥവാ ഒരു ആർക്കിങ് ഉണ്ടെങ്കിൽ പിക്ചർ ടൂവിലേക്ക് റിട്ടേൺ ആയിരിക്കും. ഇപ്പോൾ തൽക്കാലം ഒന്ന് വെച്ച് വർക്ക് ചെയ്യുകയാണ്, കുഴപ്പമൊന്നുമില്ല. സാധാരണ ഇത് ഉണങ്ങിയിട്ട് ആണ് ഇത് വർക്കിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതൊന്നുമില്ല, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സെറ്റാകും.
ഇതിൻ്റെ ഡീഗസറും കൂടെ കൊടുക്കാറുണ്ട്. ഡീഗസർ ഇതിൻ്റെ ഇവിടുത്തേക്ക് ഡീഗസറും കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഒരു ബേസ് ബോർഡാണ്. ഈ ബേസ് ബോർഡ് കൂടെ കണക്ട് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പോകണം. ഈ പഴയ ഉള്ള മറ്റേ യോക്കിലേക്ക് പോകുന്ന ആ കേബിൾ നമ്മൾ ഇവിടെ തന്നെ നനച്ച് വയ്ക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ആ കേബിൾ ഇളക്കി എടുക്കുമായിരുന്നു. അടുത്തൊരു ടി വി ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ എർത്ത് പോയിൻ്റ് എന്ന് പറയുമ്പം ഈ ബേസിൻ്റെ ഇവിടെ ആണ്. അത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫ്രണ്ടിൽ കൊടുത്താൽ മതി. ആയിട്ടുണ്ട്. അടുത്തത് സൗണ്ട്. ഇത് രണ്ടാക്കി നമ്മളൊരു കട്ട് ചെയ്തിട്ട് ഒരു സർജിക്കൽ ബ്ലേഡിലൂടെ ഉണ്ടാക്കുക. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ഇതിലേക്ക്, കാരണം ഒരു തരത്തിലും ഇത് വരാത്ത രീതിയിൽ ചിലപ്പോഴൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആയി വരാറുണ്ട്. രണ്ടിലും നമുക്ക് രണ്ടിൻ്റെ കണക്ടറിലും വരാതെ സെൻറ്ററിൽ കൂടെ പിടിക്കാനൊരു നോക്കാം. ഒരു സൈഡ് ഇതായി, കുഴപ്പമില്ല. ഇളകി വരാത്ത രീതിയിൽ നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ വേണ്ടാണ്. ഇളകി വരാത്ത രീതിയിൽ മാക്സിമം കട്ട് ചെയ്തെടുക്കുക. ഒരു സ്പീക്കർ കൊടുത്തു, അടുത്ത സ്പീക്കറും കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളത് ഇട്ട് കൊടുത്തു. ഇതിനകത്തുള്ള ഈ സംഭവം വെച്ചാൽ ഈ കേബിള് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു AC കോഡാണ്. ഇത് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറില്ല. കാര്യം ചെറിയ വർക്കുകൾക്ക്, ചെറിയ ലോഡൊക്കെ ഉള്ളതിനൊക്കെ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇത് അത്ര പെർഫെക്റ്റ് കേബിളൊന്നുമല്ല. ഇത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കേബിൾ, ഒരു AC കോഡ്, നല്ലൊരു കേബിൾ. അപ്പോൾ ഒരു കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു AC കോഡ് കിട്ടും. അത് മേടിച്ചാൽ കൊടുക്കുകയുള്ളൂ. കാരണം ഇത് അങ്ങനെ വർക്ക് ചെയ്യിക്കാറില്ല. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഓക്കെ, ഓഡിയോ ആൻഡ് വീഡിയോ കണക്ഷൻ കൊടുക്കുക. ഇത് നമുക്ക് ഈ AV ബാക്കിലോ ഫ്രണ്ടിലോ നമുക്കൊരു സോക്കറ്റ് വെച്ചിട്ട് അതിനകത്ത് വയറും കേബിളും ഉണ്ട്. നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഇത് കിറ്റകത്താണ് വരുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഇത് ഇളക്കി വെളിയിൽ എവിടെയെങ്കിലും വെക്കുക. അതിനേക്കാളും നല്ലത് ആ പഴയ ടിവിയുടെ ബോർഡിൽ ആ സോക്കറ്റ് എടുത്ത് അതേ സെയിം ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു കേബിൾ നമുക്ക് ഓൾറെഡി ഉണ്ടാകും, കിട്ടും. ഇതിലൂടെ കിട്ടും. ഇതൊരു വീഡിയോയും ഒരു ഓഡിയോയും ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ സൈഡിൽ ഗ്രൗണ്ട് വരും. എന്നിട്ട് ഒന്ന് വീഡിയോ, ഒന്ന് ഓഡിയോ. സന്ദീപ് വന്നില്ലേ? ഇല്ലമ്മേ, അവൻ ഇതുവരെ വന്നില്ല. പിക്ചറിൽ നമുക്കൊരു സ്ക്രീൻ കൂട്ടാൻ വേണ്ടി, അതായത് സ്ക്രീനിലെ വെട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ വെട്ടം കൂടും. സ്ക്രീനിന്റെ ക്ലാരിറ്റി, ഫോക്കസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേലത്തെ തിരിക്കാൻ മതി. കൈകളിൽ ഏൽപ്പിക്കുക. അമ്മ അവനെ ഏറ്റെടുക്കുന്നതായി ഒരു പ്രത്യക്ഷ സാക്ഷ്യം കാണിച്ചു തരണേ അമ്മേ. ദേവി ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു നെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ കേബിൾ ഇത്രയും ലെന്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. നെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്